trigonometric functions. Inverse trigonometric functions ന്റെ 6 പ്രോപ്പർട്ടീസ് ആണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. ഒന്നാമത്തേനകത്ത് തന്നെ 3 പാർട്ട് ഉണ്ട്. അങ്ങനെ ഓരോന്നിലും ഉണ്ട് 2-3 പാർട്ടുകളായിട്ട്. ഒന്നാമത്തേത് sin inverse 1/x is equal to cosec inverse x greater than or equal to 1 or x less than or equal to -1. ഒന്നിലെ രണ്ടാമത്തെ പാർട്ട് cos inverse 1/x is equal to sec inverse x for x greater than or equal to 1 or x less than or equal to -1. മൂന്നാമത്തേത് tan inverse 1/x is equal to cot inverse x for x greater than 0. രണ്ടാമത്തെ പ്രോപ്പർട്ടി അതിനകത്തുകൊണ്ട് 3 പാർട്ട്. അതിൽ ഒന്നാമത്തേത് sin inverse of -x is equal to minus sin inverse x x element closed interval -1 1. രണ്ട് tan inverse -x is equal to minus tan inverse x x element capital R. മൂന്ന് cosec inverse -x is equal to minus cosec inverse x for mod x greater than or equal to 1. മൂന്നാമത്തെ പ്രോപ്പർട്ടി അതിൽ 3 പാർട്ട് ഉണ്ട്. ഒന്നാമത്തേത് cos inverse -x is equal to pi minus cos inverse x x element closed interval -1 1. sec inverse -x is equal to pi minus sec inverse x mod x greater than or equal to 1. cot inverse -x is equal to pi minus cot inverse x x element capital R. 3 എണ്ണം ഇവിടെ എഴുതിയിട്ടുള്ളൂ. ഇനിയും ഉണ്ട് 3 എണ്ണം. മൊത്തം 6 പ്രോപ്പർട്ടീസ് ഉണ്ട്. ഓരോന്നിൻ്റെയും പ്രൂഫ് നമുക്ക് ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം. പ്രോപ്പർട്ടീസ് ഓഫ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ്. പ്രോപ്പർട്ടീസ് പറയുന്നതിന് മുമ്പ് നമുക്ക് നേരത്തെ പഠിച്ചിട്ടുള്ള 1-2 റിസൾട്ട്സ് ഒന്ന് നോട്ട് ചെയ്യാം. ഫസ്റ്റ് ചാപ്റ്ററായ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിൽ നമ്മൾ പഠിച്ചിരുന്നു എഫും ജിയും പരസ്പരം ഇൻവേഴ്സസായ 2 ഫങ്ഷൻസ് ആണെങ്കിൽ ജി ഡോട്ട് എഫ് എന്ന് പറയുന്നതും എഫ് ഡോട്ട് ജി എന്ന് പറയുന്നതും ഐഡൻറ്റിറ്റി ഫങ്ഷൻസ് ആയിരിക്കുമെന്ന്. അതായത് ജി ഡോട്ട് എഫ് ഇസ് ഇക്വൽ ടു എഫ് ഡോട്ട് ജി ഇസ് ഇക്വൽ ടു ഐ. ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു എലമെൻറ്റിനെ അതിലേക്ക് തന്നെ മാപ്പ് ചെയ്യണം. അപ്പോൾ ജി ഡോട്ട് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ജി ഓഫ് എഫ് ഓഫ് എക്സ്, അതിൻ്റെ ആൻസർ എന്ത് കിട്ടണം? എക്സ് തന്നെ വരണം. അതുപോലെ എഫ് ഡോട്ട് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ജി ഓഫ് എക്സ്, അതും എക്സ് എന്ന് വരണം. ഇനി ജിയുടെ സ്ഥാനത്ത്, ജി എന്ന് പറയുന്നത് എഫിൻ്റെ ഇൻവേഴ്സ് ആണല്ലോ, ജിയുടെ സ്ഥാനത്ത് നമുക്ക് എഫ് ഇൻവേഴ്സ് ഇട്ട് കൊടുത്താൽ ഈ റിലേഷൻ എങ്ങനെ എഴുതാം? എഫ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ആൻഡ് എഫ് ഓഫ് എഫ് ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് എന്ന് എഴുതാം. ഇനി എഫിനും ജിക്കും പകരം നമ്മൾ ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ റിസൾട്ടിനെ ഇങ്ങനെ മാറ്റി എഴുതാം. സൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഒരു റിസൾട്ട്. രണ്ടാമത്തേത് സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് ഇസ് ഈക്വൽ ടു എക്സ്. ഇവർക്ക് 2 പേർക്കും ഓരോ കണ്ടീഷൻസ് ഉണ്ട്. ഒന്നാമത്തേത് സൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് ഇസ് ഇക്വൽ ടു എക്സ് എന്ന് എഴുതുന്നിടത്ത് എക്സ് എലമെൻറ്റ് ക്ലോസ്ഡ് ഇൻ്റർവൽ -1 1 എന്ന് പറയുന്നുണ്ട്. അതുപോലെ രണ്ടാമത്തെ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് ഇസ് ഇക്വൽ ടു എക്സ് എന്ന് പറയുന്നിടത്ത് എക്സ് എലമെൻറ്റ് ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ -π/2 π/2 എന്ന് പറയുന്നുണ്ട്. ഇതെന്താണ് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഫംഗ്ഷനകത്ത് എക്സ് സൈൻ ഇൻവേഴ്സിൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. സൈൻ ഇൻവേഴ്സ് എക്സ് എന്നാണ് ബ്രാക്കറ്റിലുള്ളത്. അപ്പോൾ സൈൻ ഇൻവേഴ്സിൻ്റെ ഡൊമെയിൻ എന്താണോ അവിടെ നിന്നാണ് എക്സ് വാല്യൂസ് സ്വീകരിക്കുന്നത്. സൈൻ ഇൻവേഴ്സിൻ്റെ ഡൊമെയിൻ എന്താണ്? ക്ലോസ്ഡ് ഇൻ്റർവൽ -1 1 ആണ്. അതുകൊണ്ട് ആണ് എക്സ് എലമെൻറ്റ് ഓഫ് ക്ലോസ്ഡ് -1 1 എന്ന് എഴുതിയത്. രണ്ടാമത്തെ റിസൾട്ടിനകത്ത് എക്സ് നിൽക്കുന്നത് സൈനിൻ്റെ കൂടെയാണ്. ബ്രാക്കറ്റിനകത്ത് സൈൻ എക്സ് എന്നാണ് കിടക്കുന്നത്. അപ്പോൾ എക്സ് സൈനിൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. അപ്പോൾ സൈനിൻ്റെ ഡൊമെയിനിൽ നിന്ന് വേണം എക്സിന് വാല്യൂസ് സ്വീകരിക്കാൻ. സൈനിൻ്റെ ഡൊമെയിൻ ആരാണ്? സൈൻ ഇൻവേഴ്സിൻ്റെ റേഞ്ചാണ് സൈനിൻ്റെ ഡൊമെയിൻ. സൈൻ ഇൻവേഴ്സിൻ്റെ റേഞ്ച് ഏതാണ്? ക്ലോസ്ഡ് ഇൻ്റർവൽ -π/2 π/2. അതുകൊണ്ടാണ് രണ്ടാമത്തെ റിസൾട്ടിനകത്ത് എക്സ് എലമെൻറ്റ് ക്ലോസ്ഡ് -π/2 π/2 എന്ന് എഴുതിയത്. ഈ 2 റിസൾട്ടും സൈനും സൈൻ ഇൻവേഴ്സും അടുത്തടുത്ത് എഴുതി കഴിഞ്ഞാൽ അവർ പരസ്പരം ക്യാൻസലായി പോയിട്ട് എക്സ് മാത്രം അവശേഷിക്കുന്നു എന്ന് വേണമെങ്കിൽ കരുതാം. സൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് ഇസ് ഇക്വൽ ടു എക്സ്. അപ്പോൾ സൈനും സൈൻ ഇൻവേഴ്സും കൂടെ ക്യാൻസലായി പോയി, അതുകൊണ്ട് ആൻസർ എക്സ് എന്ന് വന്നു എന്ന് വേണമെങ്കിൽ വിചാരിക്കാം. രണ്ടാമത്തേതിനകത്ത് സൈൻ ഇൻവേഴ്സും സൈനും അടുത്തടുത്ത് നമ്മൾ എഴുതി. അപ്പോൾ അവർ തമ്മിൽ ക്യാൻസലായി പോയി, കാരണം ഒരാൾ മറ്റേയാളിൻ്റെ ഇൻവേഴ്സാണ്. ക്യാൻസലായി പോയിട്ട് ബാക്കി വന്ന എക്സ് ആൻസറായിട്ട് അവിടെ അവശേഷിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. പക്ഷേ ഇങ്ങനെ സംഭവിക്കണമെങ്കിൽ
എക്സ് എന്ന് പറയുന്നത് ആ ഫംഗ്ഷൻ്റെ ഡൊമൈനിൽ വന്നിരിക്കണം. അതുകൊണ്ടാണ് ഒന്നാമത്തെ കേസിൽ എക്സ് എലമെൻറ്റ് ക്ലോസ്ഡ് -1 എന്നും രണ്ടാമത്തെ കേസിൽ എക്സ് എലമെൻറ്റ് ക്ലോസ്ഡ് -π/2 എന്നും നമ്മൾ എഴുതിയത്. ഇനി ഇത് സൈനിന് മാത്രമല്ല, ബാക്കി എല്ലാ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിനും ഈ റിസൾട്ട് ട്രൂ ആണ്. സൈനിന് പകരം കോസ് കൊടുക്കാം. കോസ് ഓഫ് കോസ് ഇൻവേഴ്സ് എക്സ് = എന്ന് പറയാം. അതുപോലെ കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് എക്സ് = എന്ന് പറയാം. ടാൻ കൊടുത്താൽ ടാൻ ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് = എന്ന് പറയാം. അതുപോലെ ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ എക്സ് = എന്ന് പറയാം. അതുപോലെ ബാക്കി കൊസീക്ക് വെച്ചിട്ടും സീക്ക് വെച്ചിട്ടും കോട്ട് വെച്ചിട്ടും ഒക്കെ നമുക്കിങ്ങനെ പറയാം. ശ്രദ്ധിക്കേണ്ട കാര്യം, എക്സ് ഏത് ഫംഗ്ഷൻ്റെ കൂടെയാണോ നിൽക്കുന്നത് ആ ഫംഗ്ഷൻ്റെ ഡൊമൈനിലായിരിക്കണം എക്സ് വരുന്നത്. അങ്ങനെ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. എല്ലാ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിനും ഈ റിസൾട്ട് ട്രൂ ആക്കി നമുക്ക് എഴുതാൻ പറ്റും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട അടുത്ത റിസൾട്ട് എന്ന് പറയുന്നത്, ഇഫ് y = sin inverse x, then sin y = x, and if sin x = y, then x = sin inverse y. ഇവിടെ രണ്ട് റിസൾട്ട് തന്നിട്ടുണ്ട്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് പറയാം. മൂന്നാമത്തെ റിസൾട്ട് y = sin inverse x എന്നുള്ള ആ പാർട്ട് എടുക്കുക. അതിൻ്റെ രണ്ട് സൈഡിലും, ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും സൈൻ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്ത് വരും? sin y = sin ഓഫ് sin inverse x എന്ന് വരും. sin y രണ്ട് സൈഡിലും സൈൻ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? sin y = sin ഓഫ് sin inverse x. ഇനി നമുക്കറിയാം sin ഓഫ് sin inverse x ഇപ്പം നമ്മൾ പഠിച്ച ഒന്നാമത്തെ റിസൾട്ടിനകത്ത് നമ്മൾ പഠിച്ചു sin ഓഫ് sin inverse x എന്ന് പറഞ്ഞാൽ x ആണെന്ന്. അതുകൊണ്ട് നമുക്ക് രണ്ടും കൂടെ ചേർത്ത് എങ്ങനെ എഴുതാം? അതുകൊണ്ട് നമുക്ക് പറയാം sin y = x. ഇനി നാലാമത്തെ റിസൾട്ട് നോക്കിയേ. അതിനകത്ത് sin x = y എന്നായിരുന്നു ഇഫ് കണ്ടീഷൻ തന്നിരുന്നത്. അവിടെ നമ്മൾ രണ്ട് സൈഡിലും സൈൻ ഇൻവേഴ്സ് അപ്ലൈ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ സൈൻ ഇൻവേഴ്സ് ഓഫ് sin x = sin ഇൻവേഴ്സ് ഓഫ് y. ഇനി ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് സൈൻ ഇൻവേഴ്സ് ഓഫ് sin x ആണ്. അതെന്താകുമെന്നാണ് നമ്മളിപ്പോൾ രണ്ടാമത്തെ റിസൾട്ടിനകത്ത് പഠിച്ചത്. സൈൻ ഇൻവേഴ്സും സൈനും കൂടെ അടുത്തടുത്ത് വന്നാൽ അത് ക്യാൻസലായി പോകും എന്ന് വിചാരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ x = എന്ത് പറയാം? സൈൻ ഇൻവേഴ്സ് y എന്ന് പറയും. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഈ മൂന്നാമത്തെയും നാലാമത്തെയും റിസൾട്ട് വരുന്നത്. അതിൻ്റെ സ്റ്റെപ്പ് അങ്ങനെയാണ്. പക്ഷെ നമ്മൾ എളുപ്പത്തിൽ ഇപ്പോൾ മൂന്നാമത്തെ റിസൾട്ട് നോക്കിയേ. y = sin inverse x. ഈ വലത്തുവശത്ത് കിടക്കുന്ന സൈൻ ഇൻവേഴ്സിനെ ലെഫ്റ്റ് സൈഡിൽ വൈയുടെ കൂടെ കൊണ്ടുപോകുന്നു എന്ന് വിചാരിക്കുക. ഈക്വൽ സൈനിന് അപ്പുറത്തേക്ക് സൈൻ ഇൻവേഴ്സ് പോവുകയാണെങ്കിൽ അത് സൈനായിട്ട് മാറും. തിരിച്ച് സൈനാണ് ഈക്വൽ സൈൻ ഇപ്പുറത്തേക്ക് പോകുന്നതെങ്കിൽ അത് സൈൻ ഇൻവേഴ്സ് ആവും. അപ്പം നമ്മളിവിടെ y = sin inverse x എന്ന് പറഞ്ഞ മൂന്നാമത്തെ റിസൾട്ടിനകത്ത് സൈൻ ഇൻവേഴ്സ് ലെഫ്റ്റ് സൈഡിൽ വൈയുടെ അടുത്തേക്ക് പോകുന്നു എന്ന് സങ്കല്പിക്കുക. അപ്പോൾ സൈൻ ഇൻവേഴ്സ് ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ അത് സൈനായി. അതുകൊണ്ട് ആ പാർട്ട് sin y ആയി. ഇവിടുന്ന് സൈൻ ഇൻവേഴ്സ് അങ്ങ് പോയതുകൊണ്ട് ബാക്കി എക്സ്. അതുകൊണ്ട് നമുക്ക് sin y = x എന്നുള്ള റിസൾട്ട് കിട്ടുന്നു എന്ന് വേണമെങ്കിൽ കരുതാം. അതുപോലെ നാലാമത്തെ റിസൾട്ടിനകത്ത് sin x = y ആയിരുന്നു. ഈ എക്സിൻ്റെ കൂടെയുള്ള സൈന് റൈറ്റ് സൈഡിലേക്ക് പോകുന്നു എന്ന് സങ്കല്പിക്കുക. അപ്പോൾ ഇവിടെ എക്സ് ഒറ്റയ്ക്കാവും. അപ്പോൾ x = സൈൻ അപ്പുറത്ത് വരുമ്പോൾ അത് സൈൻ ഇൻവേഴ്സ് ആയി. അപ്പോൾ x = sin inverse y എന്ന് നമുക്ക് എഴുതാം. ഈ നാല് റിസൾട്ടും 1, 2, 3 and 4 ഈ നാല് റിസൾട്ടും ആർ ട്രൂ ഫോർ അതർ ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് ഓൾസോ. നമ്മൾ സൈൻ വെച്ചിട്ട് മാത്രമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ബാക്കി എല്ലാ ട്രിഗണോമെട്രിക് ഫങ്ഷൻസിൻ്റെ കേസിലും ഇതെല്ലാം ട്രൂ ആണ്. ഇനി നമ്മൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസിൻ്റെ പ്രോപ്പർട്ടീസിലേക്ക് പോകുന്നു. ഒന്നാമത്തെ പ്രോപ്പർട്ടിക്കകത്ത് 3 പാർട്ടുണ്ട്. ഒന്നാമത്തേത് സൈൻ ഇൻവേഴ്സ് 1/x = കൊസീക്ക് ഇൻവേഴ്സ് x. 2 കോസ് ഇൻവേഴ്സ് 1/x = സീക്ക് ഇൻവേഴ്സ് x. 3 ടാൻ ഇൻവേഴ്സ് 1/x = കോട്ട് ഇൻവേഴ്സ് x. ഒന്നാമത്തെ കേസിൽ എക്സ് എന്ന് പറയുന്നത് കൊസീക്ക് ഇൻവേഴ്സിൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. അപ്പോൾ കൊസീക്ക് ഇൻവേഴ്സിൻ്റെ ഡൊമൈനിൽ നിന്നാണ് എക്സ് വാല്യൂസ് സ്വീകരിക്കുന്നത്. രണ്ടാമത്തെ കേസിൽ എക്സ് നിൽക്കുന്നത് സീക്ക് ഇൻവേഴ്സിൻ്റെ കൂടെയാണ്. അതുകൊണ്ട് സീക്ക് ഇൻവേഴ്സിൻ്റെ ഡൊമൈനിൽ നിന്ന് വേണം എക്സിന് വാല്യൂസ് സ്വീകരിക്കാൻ. അപ്പോൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും കേസ് ശ്രദ്ധിച്ചാൽ കൊസീക്ക് ഇൻവേഴ്സിൻ്റെയും സീക്ക് ഇൻവേഴ്സിൻ്റെയും ഡൊമൈൻ സെയിം ആണെന്ന് നമുക്കറിയാം. എന്തായിരുന്നു ഡൊമൈൻ? കൊസീക്ക് ഇൻവേഴ്സിൻ്റെയും സീക്ക് ഇൻവേഴ്സിൻ്റെയും ഡൊമൈൻ എന്ന് പറഞ്ഞാൽ -1നും +1നും ഇടയ്ക്ക് എക്സിൻ്റെ വാല്യൂസ് വരില്ല. അപ്പോൾ -1ഉം അതിന് താപ്പോട്ടുമുള്ള വാല്യൂസ് എക്സിന് എടുക്കാം. അതുപോലെ +1ഉം അതിന് മുകളിലോട്ടുള്ള വാല്യൂസും എക്സിന് സ്വീകരിക്കാം. അതുകൊണ്ട് ആദ്യത്തെ രണ്ട് കേസിലും എക്സ് <= -1 പിന്നെ എക്സ് <= 1 എന്ന് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ്. മൂന്നാമത്തെ കേസ്
ആ പാർട്ട് ചെയ്യുമ്പോൾ പറയാം. ഒന്നാമത്തേതിൻ്റെ പ്രൂഫ്. സൈൻ ഇൻവേഴ്സ് 1/x = കൊസീക്ക് ഇൻവേഴ്സ് എക്സ്. നമ്മളിവിടെ റൈറ്റ് സൈഡിലെ കൊസീക്ക് ഇൻവേഴ്സ് എക്സിന് y എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. പുട്ട് y = കൊസീക്ക് ഇൻവേഴ്സ് എക്സ്. ഇനി റൈറ്റ് സൈഡിൽ കിടക്കുന്ന കൊസീക്ക് ഇൻവേഴ്സ് ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ എന്താകും? നമ്മൾ നേരത്തെ ഒരു എളുപ്പ വഴി പറഞ്ഞതുപോലെ കൊസീക്ക് ഇൻവേഴ്സ് ഇപ്പുറത്ത് വരുമ്പോൾ അത് കൊസീക്ക് ആവും. എക്സ് റൈറ്റ് സൈഡിൽ ഒറ്റയ്ക്കാവും. കൊസീക്ക് ഇൻവേഴ്സ് ഇപ്പുറത്ത് വൈയുടെ കൂടെ വന്നു. കൊസീക്ക് ഇൻവേഴ്സ് വൈയുടെ കൂടെ വന്നപ്പോൾ അത് കൊസീക്കായി. കൊസീക്ക് y = എക്സ് എന്നായി. ഇനി രണ്ട് സൈഡിലും നമുക്ക് റെസിപ്രോക്കൽ എടുക്കാം. ലെഫ്റ്റ് സൈഡിലെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ 1/കൊസീക്ക് y. 1/കൊസീക്ക് y ആരാണെന്ന് നമുക്കറിയാം, സൈൻ y. റൈറ്റ് സൈഡിലെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 1/x ആവും. അതുകൊണ്ട് നമ്മുടെ റിസൾട്ട് എന്തായി? സൈൻ y = 1/x എന്ന് വന്നു. ഇനി ലെഫ്റ്റ് സൈഡിലുള്ള സൈൻ റൈറ്റ് സൈഡിലേക്ക് പോകുന്നു എന്ന് വിചാരിക്കുക. അപ്പുറത്ത് പോകുമ്പോൾ എന്ത് വരും? സൈൻ അപ്പുറത്ത് സൈൻ ഇൻവേഴ്സ് ആയിട്ടാണ് പോകുന്നത്. ഇവിടെ y ഒറ്റയ്ക്കാകുന്നു. y = സൈൻ ഇൻവേഴ്സ് 1/x. ഇനി നമുക്ക് വൈക്ക് നേരത്തെ കൊടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻ തിരിച്ചു കൊടുക്കാം. y എന്തായിരുന്നു നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്? y എന്ന് വെച്ചാൽ കൊസീക്ക് ഇൻവേഴ്സ് എക്സ് എന്നായിരുന്നു കൊടുത്തത്. അപ്പോൾ വൈക്ക് തിരിച്ച് വാല്യൂ കൊടുക്കുന്നു. ദാറ്റ് ഈസ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ് = സൈൻ ഇൻവേഴ്സ് 1/x. രണ്ടാമത്തെ പാർട്ട് കോസ് ഇൻവേഴ്സ് 1/x = സീക്ക് ഇൻവേഴ്സ് എക്സ്. ഇത് ഒന്നാമത്തെ പാർട്ട് ചെയ്യുന്ന പ്രോസസ്സ് തന്നെയാണ് ചെയ്യുന്നത്. കൊസീക്ക് ഇൻവേഴ്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് പകരം സീക്ക് ഇൻവേഴ്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ബാക്കി എല്ലാ പ്രോസസ്സും സെയിം ആണ്. ഇത് നിങ്ങൾക്ക് തനിയെ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഒരു അസൈൻമെൻറ്റായിട്ട് ആ രണ്ടാമത്തെ പാർട്ട് ചെയ്ത് നോക്കുക. ഇനി നമുക്ക് മൂന്നാമത്തേത് ചെയ്ത് നോക്കാം. ടാൻ ഇൻവേഴ്സ് 1/x = കോട്ട് ഇൻവേഴ്സ് എക്സ് ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ 0. ഇവിടെ എക്സിൻ്റെ വാല്യൂ പറഞ്ഞിരിക്കുന്നത് എക്സ് ഗ്രേറ്റർ ദാൻ 0 അല്ലെങ്കിൽ എക്സ് പോസിറ്റീവ് ആണെന്നാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതനുസരിച്ച് കോട്ട് ഇൻവേഴ്സിൻ്റെ കൂടെയാണ് എക്സ് വന്നിരിക്കുന്നത്. അപ്പോൾ എക്സ് യഥാർത്ഥത്തിൽ കോട്ട് ഇൻവേഴ്സിൻ്റെ ഡൊമൈനായ ക്യാപിറ്റൽ ആറിൽ നിന്നാണ് വാല്യൂസ് സ്വീകരിക്കേണ്ടത്. ക്യാപിറ്റൽ ആറിൽ നിന്ന് വാല്യൂ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് വാല്യൂസും പോസിറ്റീവ് വാല്യൂസും വരേണ്ടതാണല്ലോ. പക്ഷേ ഇവിടെ എക്സ് ഗ്രേറ്റർ ദാൻ 0 അല്ലെങ്കിൽ എക്സ് പോസിറ്റീവ് ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായിരിക്കും അതിന് കാരണം? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 6 ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിനെയും 2 ബാച്ചസ് ആയിട്ട് തിരിച്ചിരുന്നു. -π/2 തൊട്ട് +π/2 വരെ വാല്യൂസ് സ്വീകരിക്കുന്നതായിരുന്നു ഒന്നാമത്തെ ബാച്ച്. അതിലാരൊക്കെ ഉണ്ടായിരുന്നു? സൈൻ ഇൻവേഴ്സ്, കൊസീക്ക് ഇൻവേഴ്സ്, ടാൻ ഇൻവേഴ്സ്. ഈ 3 പേരുടെയും പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറയുന്നത് -π/2 മുതൽ +π/2 വരെ ആയിരുന്നു. ഈ 3 ഫംഗ്ഷൻ്റെയും കൂടെ വരുന്ന എക്സ് എന്ന് പറയുന്ന നമ്പർ പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ നിന്നുമായിരുന്നു വാല്യൂസ് സ്വീകരിക്കുന്നത്. അതായത് നമ്മൾ പഠിച്ച ടേബിളിലെ വാല്യൂസ് ആയിരുന്നു നമ്മൾ ആൻസേഴ്സ് ആയിട്ട് എടുത്തിരുന്നത്. ഈ ഫംഗ്ഷൻ്റെ കൂടെയുള്ള നമ്പർ, അതായത് സൈൻ ഇൻവേഴ്സ്, കൊസീക്ക് ഇൻവേഴ്സ്, ടാൻ ഇൻവേഴ്സ് എന്നീ 3 ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെയും കൂടെ വരുന്ന നമ്പർ നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ അവരുടെ വാല്യൂസ് എടുക്കുന്നത് ഫോർത്ത് ക്വാഡ്രൻറ്റിൽ നിന്നായിരുന്നു. അതായത് ടേബിളിലെ വാല്യൂവിന് മൈനസ് കൊടുത്തായിരുന്നു നമ്മൾ വാല്യൂസ് എഴുതുന്നത്. ടേബിളിലെ വാല്യൂ തീറ്റ ആണെങ്കിൽ സൈൻ ഇൻവേഴ്സ്, കൊസീക്ക് ഇൻവേഴ്സ്, ടാൻ ഇൻവേഴ്സിൻ്റെ കൂടെ വരുന്ന നമ്പർ പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ ടേബിളിലെ വാല്യൂ തീറ്റയായിട്ട് ആൻസർ എഴുതുമായിരുന്നു. ഇവരുടെ കൂടെ വരുന്ന നമ്പർ നെഗറ്റീവ് ആണെങ്കിൽ ടേബിളിലെ വാല്യൂവിന് അല്ലെങ്കിൽ ടേബിളിൽ നിന്ന് കിട്ടുന്ന ആംഗിളിന് നെഗറ്റീവ് കൊടുത്ത് മൈനസ് തീറ്റയായിരുന്നു നമ്മൾ ആൻസറായിട്ട് എഴുതിക്കൊണ്ടിരുന്നത്. ഇത് കൂടാതെ വേറെ ഒരു ബാച്ച് കൂടി ഉണ്ടായിരുന്നു. അതിലേതൊക്കെ ഫങ്ഷൻസാണ് ഉണ്ടായിരുന്നത്? 0 മുതൽ π വരെ വാല്യൂസ് സ്വീകരിക്കുന്ന 3 ഫങ്ഷൻസ് ആരൊക്കെയായിരുന്നു? കോസ് ഇൻവേഴ്സ്, സീക്ക് ഇൻവേഴ്സ്, കോട്ട് ഇൻവേഴ്സ്. ഈ 3 ഫങ്ഷൻസിൻ്റെയും വാല്യൂസ് 0 മുതൽ π വരെ ആയിരുന്നു നമുക്ക് ആൻസറായിട്ട് കിട്ടുന്നത്. ഈ ഫങ്ഷൻസിൻ്റെ കൂടെ വരുന്ന നമ്പർ പോസിറ്റീവ് ആണെങ്കിൽ നേരത്തെ മറ്റേ ബാച്ചിൽ ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലെ അല്ലെങ്കിൽ ടേബിളിലെ വാല്യൂ ആയ തീറ്റയായിരുന്നു നമ്മൾ എടുക്കുന്നത്. എന്നാൽ ഈ ഫംഗ്ഷൻ്റെ കൂടെ വരുന്ന എക്സ് എന്ന നമ്പർ നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ സെക്കൻഡ് ക്വാഡ്രൻറ്റിലെ വാല്യൂസാണ് എടുത്തുകൊണ്ടിരുന്നത്. സെക്കൻഡ് ക്വാഡ്രൻറ്റിലെ വാല്യൂസ് എങ്ങനെയാണ് എടുക്കുന്നത്? സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ വരുന്ന ഒരു ആംഗിൾ എങ്ങനെയാണ് നമ്മൾ കാണുന്നത്? തീറ്റയാണ് ടേബിളിലെ വാല്യൂ എങ്കിൽ π - തീറ്റ എന്നാണ് സെക്കൻഡ് ക്വാഡ്രൻറ്റിലുള്ള ഒരു ആംഗിൾ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യമുണ്ട്. ഈ 6 ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെയും വാല്യൂസ് നമ്മൾ 3 ക്വാഡ്രൻറ്റിൽ നിന്നുമാണ് കണ്ടുപിടിക്കുന്നത്.
ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, സെക്കൻഡ് ക്വാഡ്രൻറ്റ്, ഫോർത്ത് ക്വാഡ്രൻറ്റ്. ഈ 3 ക്വാഡ്രൻസിലെ വാല്യൂസാണ് നമ്മൾ ഈ 6 ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെയും ആൻസേഴ്സായിട്ട് എടുക്കുന്നത്. തേർഡ് ക്വാഡ്രൻറ്റിൽ നിന്നുള്ള ഒരു വാല്യൂ പോലും നമ്മൾ ഒരു ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെയും ആൻസറായിട്ട് നമ്മൾ എടുക്കുന്നില്ല. ഇനി ആദ്യത്തെ ബാച്ചിൽ വന്നിരിക്കുന്ന ഫംഗ്ഷൻസ് ഒന്ന് നോക്കൂ. ഗ്രീൻ കളറിൽ കൊടുത്തിരിക്കുന്ന ബോക്സിലുള്ള 3 ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്. ഇതിലെ ആദ്യത്തെ 2 ഫംഗ്ഷൻസ് ഒന്ന് ശ്രദ്ധിച്ചേ. അവർക്ക് എന്താ പ്രത്യേകതയുള്ളത്? സൈൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഇൻവേഴ്സാണ് ഒന്നാമത് കൊടുത്തിരിക്കുന്നത്. സൈനിൻ്റെ റെസിപ്രോക്കലായ കൊസീക്കിൻ്റെ ഇൻവേഴ്സാണ് രണ്ടാമത്. അതായത് ഒന്നാമത്തെയും രണ്ടാമത്തെയും ഫംഗ്ഷൻസ് ഏതാണെന്ന് ചോദിച്ചാൽ സൈൻ എന്ന ഫംഗ്ഷൻ്റെ ഇൻവേഴ്സും അതിൻ്റെ റെസിപ്രോക്കലിൻ്റെ ഇൻവേഴ്സുമാണ് ആദ്യത്തെ 2 എണ്ണമായിട്ട് കൊടുത്തിരിക്കുന്നത്. ഈ 2 ഫംഗ്ഷൻസിൻ്റെയും വാല്യൂസ് പോസിറ്റീവ് ആണെങ്കിൽ കണ്ടുപിടിക്കുന്നത് ഒരേ രീതിയിലാണ്, നെഗറ്റീവ് ആണെങ്കിലും അവരെ ഒരേ രീതിയിലാണ് ആൻസർ കണ്ടുപിടിക്കുന്നത്. ഇനി റെഡ് കളറിൽ കൊടുത്തിരിക്കുന്ന 3 ഫംഗ്ഷൻസ് ഒന്ന് ശ്രദ്ധിച്ചേ. അതിലെ ആദ്യത്തെ 2 ഫംഗ്ഷൻസ് കോസ് ഇൻവേഴ്സും സീക്ക് ഇൻവേഴ്സും. അവരുടെ പ്രത്യേകത എന്താ? കോസ് എന്ന ഫംഗ്ഷൻ്റെ ഇൻവേഴ്സാണ് കോസ് ഇൻവേഴ്സ്, കോസിൻ്റെ റെസിപ്രോക്കലായ സീക്കിൻ്റെ ഇൻവേഴ്സാണ് സീക്ക് ഇൻവേഴ്സ്. അപ്പോൾ കോസ് എന്ന ഫംഗ്ഷൻ്റെ ഇൻവേഴ്സും അതിൻ്റെ റെസിപ്രോക്കലിൻ്റെ ഇൻവേഴ്സും ഒരു ബാച്ചിലാണ് വന്നിരിക്കുന്നത്. അവരുടെ 2 പേരുടെയും വാല്യൂസ് കണ്ടുപിടിക്കുന്ന രീതിയും സെയിം ആണ്. പോസിറ്റീവ് ആണെങ്കിൽ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലെ വാല്യൂ എടുക്കുന്നു, നെഗറ്റീവ് ആണെങ്കിൽ സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ നിന്നും പൈ മൈനസ് തീറ്റ എന്നുള്ള രീതിയിൽ വാല്യൂ കണ്ടുപിടിക്കുന്നു. അതായത് പോസിറ്റീവ് ആണെങ്കിൽ സെയിം രീതി യൂസ് ചെയ്യുന്നു, നെഗറ്റീവ് ആണെങ്കിൽ വേറൊരു രീതിയാണ്, പക്ഷേ അത് 2 പേർക്കും സെയിം ആണ്. ഇനി നമ്മളിവിടെ വ്യത്യസ്തമായ രീതികളിൽ ആൻസർ കണ്ടുപിടിക്കുന്ന 2 ഫംഗ്ഷൻസ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് ശ്രദ്ധിച്ചോ. ഒന്ന് ഫസ്റ്റ് ബാച്ചിൽ വന്ന ടാൻ ഇൻവേഴ്സും രണ്ടാമത് സെക്കൻഡ് ബാച്ചിൽ വന്ന കോട്ട് ഇൻവേഴ്സും. ടാനിൻ്റെ റെസിപ്രോക്കലാണ് കോട്ട്. നേരത്തെ പറഞ്ഞ മറ്റേ ഫംഗ്ഷൻസിൻ്റെ എല്ലാം കേസിൽ ആ ഫംഗ്ഷൻ്റെ ഇൻവേഴ്സും അതിൻ്റെ റെസിപ്രോക്കലിൻ്റെ ഇൻവേഴ്സും ഒരേ ബാച്ചിലായിരുന്നു വന്നത്. ഇവിടെ ടാനിൻ്റെ കേസിൽ അങ്ങനെ സംഭവിക്കുന്നില്ല. ടാനിൻ്റെ ഇൻവേഴ്സ് ഫംഗ്ഷനും ടാനിൻ്റെ റെസിപ്രോക്കലിൻ്റെ ഇൻവേഴ്സ് ഫംഗ്ഷനും 2 ബാച്ചിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ത് പ്രത്യേകതയാണ് ഉണ്ടാകുന്നത്? ടാൻ ഇൻവേഴ്സിൻ്റെയും കോട്ട് ഇൻവേഴ്സിൻ്റെയും കൂടെ വരുന്ന നമ്പേഴ്സ് പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലെ വാല്യൂസാണ് എടുക്കുന്നത്, അത് സെയിം ആണ്. പോസിറ്റീവ് ആണെങ്കിൽ വാല്യൂ എടുക്കുന്ന രീതി സെയിം ആണ്. പക്ഷേ ഇവരുടെ കൂടെ വരുന്ന നമ്പർ നെഗറ്റീവ് ആണെങ്കിൽ ആൻസർ കണ്ടുപിടിക്കുന്ന രീതി സെയിം ആണോ? അല്ല. ടാൻ ഇൻവേഴ്സിൻ്റെ കൂടെ വരുന്ന നമ്പർ നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ മൈനസ് തീറ്റ എന്നാണ് ആൻസർ കണ്ടുപിടിക്കുന്നതെങ്കിൽ കോട്ട് ഇൻവേഴ്സിൻ്റെ കൂടെ വരുന്ന നമ്പർ നെഗറ്റീവ് ആയാൽ നമ്മൾ പൈ മൈനസ് തീറ്റ എന്നാണ് വാല്യൂ കണ്ടുപിടിക്കുന്നത്. അതായത് ടാൻ ഇൻവേഴ്സിൻ്റെയും കോട്ട് ഇൻവേഴ്സിൻ്റെയും കൂടെ വരുന്ന നമ്പർ നെഗറ്റീവ് ആണെങ്കിൽ അവരുടെ ആൻസേഴ്സ് കണ്ടുപിടിക്കുന്ന രീതി വ്യത്യസ്തമാണ്. അപ്പോൾ ഇവരുടെ വാല്യൂ കണ്ടുപിടിക്കുന്ന രീതി സെയിം ആകുന്നത് എപ്പോഴാണ്? എക്സിൻ്റെ വാല്യൂ പോസിറ്റീവ് ആകുന്ന കേസിൽ മാത്രമേ ടാൻ ഇൻവേഴ്സിൻ്റെയും കോട്ട് ഇൻവേഴ്സിൻ്റെയും വാല്യൂ കണ്ടുപിടിക്കുന്ന രീതി സെയിം ആയിട്ട് വരുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിൽ ടാൻ ഇൻവേഴ്സും കോട്ട് ഇൻവേഴ്സും ഒന്നിച്ച് വന്നിരിക്കുന്ന ഈ 3ാമത്തെ പാർട്ടിൽ നമ്മൾ എക്സ് ഗ്രേറ്റർ ദാൻ 0 അല്ലെങ്കിൽ എക്സ് പോസിറ്റീവ് ആണ് എന്ന് പറയാൻ കാരണം ഇതാണ്. ഇനി ഇതിൻ്റെ പ്രൂഫിലേക്ക് പോകാം. ടാൻ ഇൻവേഴ്സ് 1/x = കോട്ട് ഇൻവേഴ്സ് എക്സ് എന്നായിരുന്നു പ്രോപ്പർട്ടി. ഇവിടെ കോട്ട് ഇൻവേഴ്സ് എക്സിന് നമ്മൾ y എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇനി കോട്ട് ഇൻവേഴ്സ് എക്സിൻ്റെ കൂടെയുള്ള കോട്ട് ഇൻവേഴ്സ് വൈയുടെ സ്ഥാനത്തേക്ക് മാറുന്നു എന്ന് വിചാരിച്ചേ. എന്തായിട്ട് മാറും? കോട്ട് y = എക്സ്. കോട്ട് ഇൻവേഴ്സ് അപ്പുറത്ത് പോകുമ്പോൾ എന്താകും? കോട്ടാകും. കോട്ട് y = എക്സ് ഒറ്റയ്ക്കായി. കോട്ട് y = എക്സ്. ഇനി 2 സൈഡിലും റെസിപ്രോക്കൽ എടുക്കുന്നു. കോട്ടിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ ടാൻ ആണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ടാൻ y എന്ന് വരും, റൈറ്റ് സൈഡിൽ 1/x എന്ന് വരും. അപ്പോൾ ടാൻ y = 1/x ഇംപ്ലൈസ്. ഇനി ടാൻ വീണ്ടും റൈറ്റ് സൈഡിലേക്ക് പോകുന്നു എന്ന് കരുതിക്കേ. y = ടാൻ അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? ടാൻ ഇൻവേഴ്സ് 1/x. ഇനി yക്ക് പകരം നമ്മൾ ആദ്യം കൊടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻ തിരിച്ചു കൊടുക്കുന്നു. y എന്തായിരുന്നു? കോട്ട് ഇൻവേഴ്സ് എക്സ് ആയിരുന്നു. അതുകൊണ്ട് വൈയുടെ സ്ഥാനത്ത് കോട്ട് ഇൻവേഴ്സ് എക്സ് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോട്ട് ഇൻവേഴ്സ് എക്സ് = ടാൻ ഇൻവേഴ്സ് ഓഫ് 1/x. ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി, സൈൻ ഇൻവേഴ്സ് ഓഫ് -x = -sin ഇൻവേഴ്സ് x, കൊസിക് ഇൻവേഴ്സ് ഓഫ് -x = -cosec ഇൻവേഴ്സ് x,
ടാൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സ്. ഇവിടെയും എക്സിൻ്റെ വാല്യൂസ് എവിടെ നിന്നാണ് എടുക്കുന്നത് എന്ന് നോക്കാം. ഫസ്റ്റിൽ ഉള്ളത് സൈൻ ഇൻവേഴ്സ് എന്നുള്ള ഫംഗ്ഷനാണ്. അപ്പോൾ സൈൻ ഇൻവേഴ്സിൻ്റെ ഡൊമൈനായ ക്ലോസ്ഡ് ഇൻ്റർവെൽ -1 നിന്നാണ് എക്സ് വാല്യൂസ് സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് എക്സ് എലമെൻറ്റ് ക്ലോസ്ഡ് -1 എന്ന് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ കേസിൽ കൊസീക്ക് ഇൻവേഴ്സിൻ്റെ ഡൊമൈനാണ് വേണ്ടത്. കൊസീക്ക് ഇൻവേഴ്സിൻ്റെ ഡൊമൈൻ നമുക്കറിയാം. കൊസീക്ക് ഇൻവേഴ്സിൽ എക്സിൻ്റെ വാല്യൂസ് ഒരിക്കലും -1നും +1നും ഇടയിൽ വരില്ല. -1ഉം അതിന് താപ്പോട്ടുള്ള വാല്യൂസും എക്സ് സ്വീകരിക്കും. അതുപോലെ +1ഉം അതിന് മുകളിലേക്കുള്ള വാല്യൂസും സ്വീകരിക്കും. അതുകൊണ്ട് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1 എന്നും എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്നും നമുക്ക് പറയാം. അത് രണ്ടും കൂടി ചേർത്ത് നമുക്ക് മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് യൂസ് ചെയ്യാം. മൂന്നാമത്തേതിനകത്ത് ടാൻ ഇൻവേഴ്സ് ആണുള്ളത്. ടാൻ ഇൻവേഴ്സിൻ്റെ ഡൊമൈനായ ക്യാപിറ്റൽ ആറിൽ നിന്നാണ് ഇവിടെ എക്സ് വാല്യൂസ് സ്വീകരിക്കുന്നത്. ഇനി നമുക്ക് ഒന്നാമത്തേതിൻ്റെ പ്രൂഫ് നോക്കാം. സൈൻ ഇൻവേഴ്സ് ഓഫ് -x ഇസ് ഈക്വൽ ടു -sin ഇൻവേഴ്സ് x എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രോപ്പർട്ടി. ഇവിടെ സൈൻ ഇൻവേഴ്സ് ഓഫ് -x എന്നുള്ള ലെഫ്റ്റ് സൈഡിലെ പാർട്ടിന് നമ്മൾ y എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇനി സൈൻ ഇൻവേഴ്സ് ഇപ്പുറത്ത് വൈയുടെ കൂടെ വരുന്നു എന്ന് വിചാരിക്കുക. സൈൻ ഇൻവേഴ്സ് ഈക്വൽ സൈൻ ഇപ്പുറത്ത് വരുമ്പോൾ എന്താകും? സൈൻ ആകും. അപ്പോൾ സൈൻ y ഈസ് ഈക്വൽ ടു -x എന്ന് വരും. രണ്ട് സൈഡിലും നമ്മൾ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്ത് വരും? -sin y ഈസ് ഈക്വൽ ടു x എന്ന് വരും. നമുക്കറിയാം -sin y എന്താണ്? സൈൻ ഓഫ് -y ആണ് -sin y. നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് -sin yയുടെ പ്ലേസിൽ സൈൻ ഓഫ് -y എന്ന് എഴുതാം. അതുകൊണ്ട് നമ്മുടെ റിസൾട്ട് എന്തായി? സൈൻ ഓഫ് -y ഈസ് ഈക്വൽ ടു x എന്ന് വന്നു. ഇനി നമ്മൾ സൈൻ അപ്പുറത്തേക്ക് പോകുന്നു എന്ന് വിചാരിക്കുക. -y ഇവിടെ ഒറ്റയ്ക്കായി സൈൻ അപ്പുറത്ത് പോകുമ്പോൾ അത് സൈൻ ഇൻവേഴ്സ് ആകുന്നു. അതുകൊണ്ട് -y ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് x. വീണ്ടും നമ്മൾ രണ്ട് സൈഡിലും മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ y ഈസ് ഈക്വൽ ടു -sin ഇൻവേഴ്സ് x എന്ന് വരും. ഇനി നമ്മൾ ആദ്യം yക്ക് കൊടുത്ത വാല്യൂ തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. yക്ക് എന്തായിരുന്നു ആദ്യം കൊടുത്തത്? സൈൻ ഇൻവേഴ്സ് ഓഫ് -x എന്നായിരുന്നു. ആ വാല്യൂ തിരിച്ച് yക്ക് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? സൈൻ ഇൻവേഴ്സ് ഓഫ് -x ഈസ് ഈക്വൽ ടു -sin ഇൻവേഴ്സ് x എന്ന് കിട്ടും. ഇതിൻ്റെ അടുത്ത രണ്ട് പാർട്ടും സെയിം പ്രോസസ്സിൽ തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അത് രണ്ടും നിങ്ങൾക്ക് തനിയെ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അതൊരു അസൈൻമെൻറ്റ് പോലെ ചെയ്ത് നോക്കുക. ഇനി തേർഡ് പ്രോപ്പർട്ടി. ഇതിലും 3 പാർട്ടായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തേത് കോസ് ഇൻവേഴ്സ് -x ഈസ് ഈക്വൽ ടു π - കോസ് ഇൻവേഴ്സ് x. 2 സീക്ക് ഇൻവേഴ്സ് -x ഈസ് ഈക്വൽ ടു π - സീക്ക് ഇൻവേഴ്സ് x. 3 കോട്ട് ഇൻവേഴ്സ് -x ഈസ് ഈക്വൽ ടു π - കോട്ട് ഇൻവേഴ്സ് x. ഇവിടെയും എക്സ് എവിടെ നിന്നാണ് വാല്യൂസ് സ്വീകരിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തേതിനകത്ത് കോസ് ഇൻവേഴ്സ് ആണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് കോസ് ഇൻവേഴ്സിൻ്റെ ഡൊമൈനായ ക്ലോസ്ഡ് ഇൻ്റർവെൽ -1 ആണ് എക്സ് വാല്യൂസ് സ്വീകരിക്കുന്ന ഇൻ്റർവെൽ. അതുകൊണ്ടാണ് അവിടെ എക്സ് എലമെൻറ്റ് ക്ലോസ്ഡ് -1 എന്ന് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ പാർട്ടിൽ സീക്ക് ഇൻവേഴ്സ് ആണുള്ളത്. സീക്ക് ഇൻവേഴ്സിൻ്റെ ഡൊമൈൻ നേരത്തെ കഴിഞ്ഞ സെക്കൻഡ് പ്രോപ്പർട്ടിയിൽ പറഞ്ഞ പോലെ കൊസീക്ക് ഇൻവേഴ്സിൻ്റെ ഡൊമൈൻ തന്നെയാണ് സീക്ക് ഇൻവേഴ്സിൻ്റെ ഡൊമൈൻ. -1നും +1നും ഇടയ്ക്ക് എക്സ് വാല്യൂസ് സ്വീകരിക്കില്ല. അപ്പോൾ -1ഉം അതിന് ചെറിയ നമ്പേഴ്സും അതുപോലെ +1ഉം അതിനേക്കാൾ വലിയ നമ്പേഴ്സും മാത്രമാണ് എക്സ് വാല്യൂസ് സ്വീകരിക്കുന്ന നമ്പേഴ്സ്. അതുകൊണ്ട് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1 ആൻഡ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് രണ്ട് രീതിയിൽ നമ്മൾ എടുക്കും. അത് രണ്ടും കൂടി ചേർത്ത് നമുക്ക് മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയാം. മൂന്നാമത്തെ പാർട്ടിൽ കോട്ട് ഇൻവേഴ്സ് ആണുള്ളത്. അപ്പോൾ കോട്ട് ഇൻവേഴ്സിൻ്റെ ഡൊമൈനായ ക്യാപിറ്റൽ ആറിൽ നിന്നാണ് എക്സ് വാല്യൂസ് സ്വീകരിക്കുന്നത്. ഇവിടെ നമുക്ക് ഒന്നാമത്തേൻ്റെ പ്രൂഫ് നോക്കാം. സെക്കൻഡും തേർഡും നിങ്ങൾക്ക് തനിയെ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഒന്നാമത്തേത് ചെയ്യുന്ന അതേ മെത്തേഡിൽ തന്നെയാണ് സെക്കൻഡും തേർഡും ചെയ്യുന്നത്. അത് തനിയെ ഒരു അസൈൻമെൻറ്റ് പോലെ ചെയ്ത് നോക്കണം. ഒന്നാമത്തേതിൻ്റെ പ്രൂഫ് നോക്കാം. ഒന്നാമത്തേത് കോസ് ഇൻവേഴ്സ് ഓഫ് -x ഈസ് ഈക്വൽ ടു π - കോസ് ഇൻവേഴ്സ് x. ഇവിടെ ലെഫ്റ്റ് സൈഡിലുള്ള കോസ് ഇൻവേഴ്സ് ഓഫ് -xനെ നമ്മൾ y എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ y ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് -x. ഇനി റൈറ്റ് സൈഡിൽ കിടക്കുന്ന കോസ് ഇൻവേഴ്സ് വൈയുടെ പ്ലേസിലേക്ക് പോകുന്നു എന്ന് വിചാരിക്കുക. കോസ് ഇൻവേഴ്സ് ഈക്വൽ സൈൻ അപ്പുറത്ത് പോകുമ്പോൾ ആരായിട്ട് മാറും? കോസ് ആയിട്ട് മാറും. അപ്പോൾ കോസ് y ഈസ് ഈക്വൽ ടു -x എന്ന് വരും. രണ്ട് സൈഡിൽ നമ്മൾ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ -cos y ഈസ് ഈക്വൽ ടു x ആകും. ഇനി
മൈനസ് കോസ് വൈക്ക് പകരമുള്ള വിലയാണ് അടുത്തത് നമുക്ക് കൊടുക്കേണ്ടത്. കോസ് എപ്പോഴാണ് നെഗറ്റീവ് ആകുന്നത് എന്ന് നമുക്കറിയാം. കോസ് സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ നെഗറ്റീവാണ്. അപ്പോൾ സെക്കൻഡ് ക്വാഡ്രൻറ്റിലെ വാല്യൂ ആണ് നമ്മൾ മൈനസ് കോസ് വൈക്ക് പകരം യൂസ് ചെയ്യേണ്ടത്. സെക്കൻഡ് ക്വാഡ്രൻറ്റിലെ ആംഗിൾ നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നത്? പൈ മൈനസ് തീറ്റ എന്നാണ് സെക്കൻഡ് ക്വാഡ്രൻറ്റിലെ വാല്യൂ എടുക്കുന്നത്. സോ ഇവിടെ മൈനസ് കോസ് വൈക്ക് പകരം നമുക്ക് എന്ത് യൂസ് ചെയ്യാം? കോസ് ഓഫ് പൈ മൈനസ് വൈ. അതുകൊണ്ട് ഇവിടെ മൈനസ് കോസ് വൈക്ക് പകരം നമ്മൾ എന്തെടുത്തു? കോസ് ഓഫ് പൈ മൈനസ് വൈ എന്നെടുത്തു. അപ്പോൾ നമ്മുടെ സ്റ്റെപ്പ് എന്തായി? കോസ് പൈ മൈനസ് വൈ ഈസ് ഈക്വൽ ടു എക്സ് എന്ന് വന്നു. ഇനി നമ്മൾ ലെഫ്റ്റ് സൈഡിലുള്ള കോസ് റൈറ്റ് സൈഡിലേക്ക് പോകുന്നതായിട്ട് വിചാരിക്കുക. കോസ് റൈറ്റ് സൈഡിൽ പോകുമ്പോൾ കോസ് ഇൻവേഴ്സ് ആകും. പൈ മൈനസ് വൈ ഇവിടെ കോസ് പോയി കഴിഞ്ഞിട്ട് ബാക്കി പൈ മൈനസ് വൈ ലെഫ്റ്റ് സൈഡിൽ കിടക്കും. അപ്പോൾ പൈ മൈനസ് വൈ ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് വന്നു. ഇനി നമ്മൾ ലെഫ്റ്റ് സൈഡിലുള്ള വൈനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. അതുപോലെ റൈറ്റ് സൈഡിലുള്ള കോസ് ഇൻവേഴ്സ് എക്സിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ എന്ത് വരും? പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു വൈ എന്ന് വരും. വൈയുടെ വില നമ്മൾ നേരത്തെ കൊടുത്തിരുന്നത് എന്താണ്? അത് തിരിച്ചു കൊടുക്കുക. വൈ എന്തായിരുന്നു? കോസ് ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് ആയിരുന്നു. അപ്പം നമുക്ക് എഴുതാം പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് എന്ന് എഴുതാം. അത് നമ്മുടെ പ്രോപ്പർട്ടിയിൽ കിടക്കുന്ന പോലെ എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ വരും? കോസ് ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് വരും. അതാണ് പ്രൂഫ്. അടുത്ത രണ്ടെണ്ണം അസൈൻമെൻറ്റ് പോലെ ചെയ്യുക. ഈ ഒന്നാമത്തെ പാർട്ട് ചെയ്ത പോലെ തന്നെയാണ് അടുത്ത രണ്ട് പാർട്ടും ചെയ്യുന്നത്. അപ്പോൾ അത് തനിയെ ചെയ്ത് നോക്കുക.